ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീക്കെൻഡ്? എല്ലാവരും സന്തോഷത്തിലായിരുന്നോ? മഴയൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നോ? കുട്ടികളെല്ലാം സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും അല്ലേ? അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? ഷോപ്പിങ്ങും പിന്നെ എല്ലാ തിരക്കുകളും കൊണ്ട്. എന്തായാലും എല്ലാവരും സേഫായിട്ട് പോവുകയും വരികയും ചെയ്യുക. നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയെയും മറ്റുള്ളവരെയും. ഇന്ന് ഞാനില്ലേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ശ്രീബുദ്ധ ഭഗവാന്റെ കുറച്ച് കോട്ടുകളാണ് കേട്ടോ. പക്ഷെ കോട്സുകളുടെ ഇടയ്ക്ക് എൻ്റെ ടോപ്പ് കൂടെ കാണും. അത് നിങ്ങൾ ബെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾസോ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ് ടു. ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറക്കാറായല്ലേ? ഓരോ കുട്ടികൾക്കും വ്യത്യാസമായ കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആരുമായിട്ടും കുട്ടികളെ താരതമ്യം ചെയ്യരുത് കേട്ടോ. കമ്പയർ ചെയ്യരുത്. നെക്സ്റ്റ് ഡോർ നെയ്ബറിൻ്റെ കുട്ടികൾ അങ്ങനെയാണ്, ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികളെ തങ്ങളിൽ കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഗ്രോൺ അപ്സ് ആയാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ടിൽ. അതുപോലെ തന്നെ നമ്മളും ആ ശീലം വേണ്ടെന്ന് വെക്കുക. കാര്യം എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും പല വിധത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഡോണ്ട് കമ്പയർ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും വെറുക്കാതിരിക്കുക അല്ലേ? നമുക്ക് മറ്റുള്ളവരെ വെറുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? നമുക്കൊരിക്കലും നേട്ടമുണ്ടാവില്ല അല്ലേ? മറ്റുള്ളവരെ വെറുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ വെച്ച് പുലർത്തുന്നത്? അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആരെയും തന്നെ വെറുക്കാതിരിക്കുക. പിന്നെ നമ്മൾക്കുള്ള ഒരു കാര്യമാണല്ലേ, ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരായി തീരാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളും അല്ലേ? നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് അവരെ പോലെ ആവണം, അല്ലെങ്കിൽ ഇവരെ പോലെ ആവണം, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഡോർ നെയ്ബറിനെ പോലെ ആവണം എന്നുള്ള ചിന്താഗതി നമ്മൾ വെച്ച് പുലർത്തും അല്ലേ? അതും ഒരിക്കലും നല്ലതല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക അല്ലേ? അപ്പോഴാണ് നമുക്ക് എപ്പോഴും 100% പോസിറ്റീവായിരിക്കാൻ, നമുക്ക് അഭിനയിക്കേണ്ടി വരില്ല, സത്യസന്ധമായിരിക്കാനൊക്കെ കഴിയുക ഞങ്ങളായി തന്നെ ഇരിക്കുമ്പോൾ മാത്രമാണ്. നിസ്സാര കാര്യങ്ങൾക്കും വളരെ വലിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ വറി ചെയ്യാറുണ്ടല്ലേ? ഇങ്ങനെ വറി ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ആ കാര്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ജീവിതത്തിൽ വറി ചെയ്യാം എന്നല്ലാതെ ഒരിക്കലും നമ്മൾക്കൊരു പരിഹാരമാകുന്നില്ല. അപ്പോൾ വറി ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നീ അതിനെ പരിഹരിക്കുക, അല്ലെങ്കിൽ ആ വറിയെ നമ്മൾ അങ്ങ് മറന്നേക്കുക. പറ്റില്ലേ അത്? അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വഷളാക്കാതിരിക്കുക ആ വറിയെ. വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടല്ലേ, പല പ്രാവശ്യം അവർ പഠിത്തത്തിൽ വളരെ ലോ ആയിരുന്നു കാണും. പല ആൾക്കാരും ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ തോറ്റ ചരിത്രങ്ങളുണ്ട്. ഒന്നും അതിൽ കൂടുതലോ തവണ തോറ്റ ചരിത്രങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും കാണും. പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കണോ? നോ, നെവർ അല്ലേ? നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ ഉയർച്ചയിലേക്കുള്ള ആദ്യത്തെ ഒരു പാതയാണ്. കാര്യം അവിടെ നിന്ന് നമ്മൾ എണീറ്റ് നമ്മൾ മുന്നോട്ട് പോവുക, വീണ്ടും ശ്രമിക്കുക മാത്രമല്ല, അതിന് മുമ്പേ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് നെവർ ഗിവ് അപ്പ്, എവർ ഗിവ് അപ്പ്, ഓൾവേസ് ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ എല്ലാവരും.
നമ്മൾ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലോ ബാഡായിട്ടുള്ളതോ ആയിട്ടുള്ളൊരു വാർത്ത കേട്ടാൽ പെട്ടെന്ന് ഞെട്ടിത്തിരിച്ച് നമ്മൾ അതിന് പുറപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ പഴയ അമ്മമാർ പറയും കാള പെറ്റു എന്ന് പറഞ്ഞ് കേട്ടാൽ ഉടൻ കയറെടുക്കുമെന്ന്. അത് ശരിയല്ലയോ അല്ലയോ? നമ്മൾ ഏത് കാര്യമായാലും അത് സാവധാനത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യമായി നമുക്കൊരു കാര്യം ആവശ്യമാണ്. എന്താണെന്നാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. നമ്മളെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. കാംനെസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. സാവധാനം നമ്മളത് പഠിച്ചെടുക്കണം. നമ്മുടെ മനസ്സിനെയും നമ്മളെ ശരീരത്തെയും നമ്മൾ ട്രെയിൻ ചെയ്യണം. മറ്റാർക്കും അത് ട്രെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. മറ്റാർക്കും നമ്മളെ പഠിപ്പിക്കാനും പറ്റില്ല. നമ്മൾ സ്വയം അത് പഠിച്ചെടുത്ത് സ്വയം പ്രാപ്തരായതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. മറ്റുള്ളവർക്കും അത് ഹെൽപ്ഫുള്ളാവും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. Till then, bye for now. Bye everyone. Take care. Bye.